കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കലുഷിതമാവുകയും നാൾക്ക് നാൾ പുതിയ പുതിയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സേവിക്കാനും നാടിന് വികസനം കൊണ്ടുവരാനും ഒക്കെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതാക്കൾ മൈക്കിലൂടെ കോരകോരം വിളിച്ചു പറയുമ്പോഴും യഥാർത്ഥത്തിൽ അണിയറയിൽ നടക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും അതുപോലെ തന്നെ അവിശുദ്ധമായ വോട്ട് കച്ചവടങ്ങളുടെയും ഇരുണ്ട രാഷ്ട്രീയം കൂടിയാണ്. ആദർശങ്ങളും ആശയങ്ങളും എല്ലാം പരസ്യമായി ലേലം വിളിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കമ്പോളമായി നമ്മുടെ ജനാധിപത്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആശയം അല്ലെങ്കിൽ ആ സംശയം സാധാരണക്കാരായ വോട്ടർമാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാനൊന്നും സാധിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വടക്കേറ്റത്തെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തെക്കേറ്റത്തെ തിരുവനന്തപുരം നേമം വരെയും അതുപോലെ മലപ്പുറത്തെ വേങ്ങര മുതൽ പാലക്കാട് വരെ നീളുന്ന പ്രായോഗിക ഡീൽ രാഷ്ട്രീയത്തിന്റെ പുതിയ പുതിയ പതിപ്പുകൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ ഞെട്ടിക്കുന്നത് കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മുൻകാലങ്ങളുടെ ആദർശ നിലപാടുകളും ഇപ്പോഴത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയവും തമ്മിലുള്ള വലിയ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ഈ വിവാദങ്ങളുടെ ഓരോന്നായി മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടോ ആ പഴയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? ആ കാലം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അന്ന് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം ചൂട് പിടിച്ചതായിരുന്നു ഒന്ന് ഓർത്തു നോക്കുന്നത് കൂടി നല്ലതാണ്. അന്ന് കോൺഗ്രസിനെയും UDF-നെയും നോക്കി CPM നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ നട്ടലുണ്ടോ എന്നുള്ളതും, അതുപോലെ വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ UDF തയ്യാറുണ്ടോ എന്നുള്ളതും. അന്ന് ആ ചോദ്യം കേട്ട് കൈയടിച്ചവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ, സാഹചര്യങ്ങളെല്ലാം മാറിയപ്പോൾ കളിയും മാറി മറിഞ്ഞിരിക്കുന്നു. അന്ന് നെഞ്ചു വിരിച്ച് ആദർശം പറഞ്ഞ അതേ CPM-ന്റെ നേതാക്കൾ ഇന്ന് എന്താണ് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. മുതിർന്ന CPM നേതാവായ EP ജയരാജൻ യാതൊരു മറയുമില്ലാതെ വളരെ പച്ചക്ക് തന്നെ പറയുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDP ഉൾപ്പെടെ ആരുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ തങ്ങളുടെ മുന്നിലുള്ള ഏക ലക്ഷ്യമെന്നും അദ്ദേഹം തുറന്നടിക്കുന്ന സാഹചര്യമുണ്ട്. വോട്ട് ചെയ്യുന്നവർ അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം, എന്നാൽ വോട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ വിവേചനവും കാണിക്കില്ല എന്ന് EP-യുടെ ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ മലക്കം മറിച്ചിലൊന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തന്നെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം, അതിനുശേഷം ബാക്കി പറയാം. മണ്ഡലത്തിൽ ഈ SDP-യുടെ പിന്തുണ അവരെ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നീട് LDF സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ ജയിച്ചു വരും. നിങ്ങൾ എന്തിനാ വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാനില്ലല്ലോ. പ്രയാസം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എല്ലാവർക്കും നിങ്ങളെ വിഷമം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ വിഷമം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയല്ലോ. ഇതിനൊപ്പം തന്നെ അദ്ദേഹം നടത്തുന്ന മറ്റൊരു പരാമർശം, അതായത് EP ജയരാജൻ നടത്തുന്ന മറ്റൊരു പരാമർശം കൂടിയുണ്ട്, അതും കൂടി നാം ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ രൂക്ഷമായ പരാമർശങ്ങളെ EP ജയരാജൻ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞതിൽ കോൺഗ്രസ് നേതാക്കൾ സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ലെന്നും, മുഖ്യമന്ത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ പല കോണുകളിൽ നിന്നും വല്ലാത്ത പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ദേശീയ തലത്തിൽ ഫാസിസത്തെ ചെറുക്കാൻ വേണ്ടി കോൺഗ്രസുമായി കൈകോർക്കുകയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ സ്വന്തം സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി ആക്രമിക്കുകയും അതേസമയം തന്നെ SDP പോലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി വോട്ട് സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് വടക്കോട്ടുള്ള കാര്യമാണ് നോക്കേണ്ടത്. അവിടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തേക്ക് നോക്കുമ്പോൾ അവിടെ നടക്കുന്ന നാടകങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ ഏത് സിനിമാ തിരക്കഥാകൃത്തും തോറ്റുപോകുന്ന സാഹചര്യമാണ്. BJP-ക്ക് അത് നിർണായകമായ സ്വാധീനമുള്ള, കഴിഞ്ഞ തവണ വെറും ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രം BJP പരാജയപ്പെട്ട ആ മണ്ണിൽ SDP പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു. അതും വെറുതെ ഒന്നുമല്ല, അവർ ഒരു വലിയ പോസിറ്റീവ് രാഷ്ട്രീയം കളിക്കുകയാണത്രേ. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഭിന്നിച്ച് പോകാതിരിക്കാനാണ് തങ്ങൾ ഈ മഹാത്യാഗം ചെയ്യുന്നതെന്നാണ് SDP സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ CP ലത്തീഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ വായിൽ ഇത് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫാസിസത്തോട് യാതൊരു വിധത്തിലും സന്ധിയില്ലാത്ത പോരാട്ടമാണത്രേ അവരുടെ പ്രധാന ലക്ഷ്യം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി വലിയ ആവേശത്തോടെ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ പിന്നീട് മതസാമൂഹിക സംഘടനകളിലും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയും ഒക്കെ വിളിച്ച് അപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പെട്ടെന്നുള്ള പിന്മാറ്റം. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ തമാശ ഒളിഞ്ഞിരിക്കുന്നത്. ആരാണ് വിളിച്ചത്, ഏത് സംഘടനയാണ് ഈ അപേക്ഷ നടത്തിയെന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ ലത്തീഫിന് കഴിയുന്നുമില്ല. ഇവിടെയാണ് ദുരൂഹത വർദ്ധിക്കുന്നതും. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പിന്മാറ്റം എന്നുള്ളത് UDF നേതാക്കളും വിളിച്ചിരുന്നതെന്ന് അവർ സമ്മതിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ നീക്കം
ഫലം വരുമ്പോൾ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന കാര്യത്തിൽ വലിയ വലിയ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും യാതൊരു വ്യക്തതയുമില്ല. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പരസ്യമായി ആരോപിക്കുന്നത് ഇത് LDFും SDPയും തമ്മിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കിയിട്ടുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമാണെന്നാണ്. മറുവശത്ത് LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ ഈ വിഷയത്തെ വളരെ തന്ത്രപരമായാണ് കൈകാര്യം ചെയ്തത്. പ്രാദേശിക നേതൃത്വം തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നില്ലെങ്കിലും വോട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം പറയട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ വളരെ ഒഴുക്കമട്ടിലുള്ള നിലപാട്. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ലീഗും BJPയും അവിടെ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ മഞ്ചേശ്വരത്ത് BJP തടയാൻ ആർക്കാണ് SDPI വോട്ട് മറിക്കുക എന്നത് ഒരു വലിയ സസ്പെൻസായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവിടെ അണികൾക്കിടയിൽ ഇപ്പോഴും വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വടക്ക് നിന്നിനി തെക്കോട്ട് വരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ അവിടെ നിയമത്തേക്ക് നമുക്കൊന്ന് പോയി വരാം. അവിടെ സംഭവിക്കുന്നത് കേരളത്തിലെ BJPയുടെ ഏക സിറ്റിംഗ് സീറ്റായിരുന്ന പണ്ട് രാജഗോപാൽ ജയിച്ചു കയറിയ ആ നിയമത്ത് ഇത്തവണ പോരാട്ടം അതികഠിനം കൂടിയാണ്. അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യമായ വോട്ട് കച്ചവടം നടക്കുന്നുണ്ടെന്നും ആ വോട്ടടിയിൽ ഉറപ്പിച്ച് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണെന്നാണ് LDF നേതാവും മന്ത്രിയുമായ V ശിവൻകുട്ടി വളരെ ഗുരുതരമായി ആരോപിക്കുന്നത്. നേമത്ത് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്നും യഥാർത്ഥ മത്സരം LDFും NDAയും തമ്മിലാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും വോട്ടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തു വരുന്ന വാക്കുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടിയുണ്ട്. ഏത് വോട്ടർമാരുടെ, അതായത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏത് വോട്ടർമാരുടെ വോട്ട് സ്വീകരിക്കുമെന്നും ആരുടെയും വോട്ട് തനിക്ക് വേണ്ടെന്ന് പറയില്ല എന്നും അതിൽ തനിക്ക് യാതൊരു മടിയുമില്ലെന്നുമാണ് ശിവൻകുട്ടി തുറന്നടിച്ചിരിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടർമാരുടെ പേരിനൊപ്പം ഏത് പാർട്ടിയാണെന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ എന്നുള്ള വളരെ ലളിതമായ യുക്തിയാണ് അദ്ദേഹം ഈ അവസരത്തിൽ നിരത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അവിടെ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് നിയമത്തുള്ളതെന്നും BJPയും LDFും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുള്ളത്. എന്നാൽ ഈ ആരുടെ വോട്ടും സ്വീകരിക്കുന്ന നിലപാടെന്നത് നേരത്തെ സൂചിപ്പിച്ച പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് CPM ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക് എത്രത്തോളം നിരക്കുന്നതാണെന്ന ചോദ്യം ഇവിടെ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ്. ഒരു ഭാഗത്ത് വർഗീയത സർക്കാർ എന്ന പേരിൽ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് അതേ സംഘടനകളുടെ വോട്ടുകൾ വേണ്ടാന്ന് പറയില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ വൈരുദ്ധ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് വളരെ നേരെ മലബാറിലേക്കാണ് പോകേണ്ടത്. അവിടെ മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ അനിഷേധ്യമായ കോട്ടകളിലേക്കാണ് പോകേണ്ടത്. അവിടെ വേറെ ലെവൽ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും SDPയും മുൻനിർത്തി CPMും മുസ്ലിം ലീഗും തമ്മിലുള്ള വാക്പോര് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഉറച്ച കോട്ടയ വേങ്ങരയിൽ മുസ്ലിം ലീഗിലെ തീപ്പൊരി നേതാവ് KM ഷാജിക്ക് ഇത്തവണ സീറ്റ് നൽകിയതിനെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കാനാണെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വിവാദ പ്രസ്താവനയാണ് മലപ്പുറത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തീപ്പൊരി കോരിയിട്ടിരിക്കുന്നത്. ഇതിൽ KM ഷാജി നൽകിയ മറുപടി കേട്ടാൽ ആരും ശരിക്കും ഞെട്ടുന്നതും ഉണ്ടാവും. AK ബാലനെ വക്കുപൊട്ടിയ കോടാലി എന്നാണ് ഷാജി വിശേഷിപ്പിച്ചത്. അത്രത്തോളം രോഷത്തോടെയാണ് അദ്ദേഹം CPM നേതാവിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ വേങ്ങരങ്ങാടിയിൽ വന്ന് SDPയെ പരസ്യമായി തള്ളിപ്പറയാൻ AK ബാലനെയും CPM നേതൃത്വത്തെയും അദ്ദേഹം പരസ്യമായി വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണ അവിടെ LDF സ്വന്തം ജയിച്ചു കയറിയത് ഇതേ SDPയുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ എന്ന ഷാജിയുടെ ചോദ്യത്തിന് മുന്നിൽ CPM ശരിക്കും പരിങ്ങലായി എന്നുള്ളത് വേണം ഇവിടെ കരുതാനും. പോരാത്തതിന് മുസ്ലിം ലീഗിലെ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന CPM നേതാവ് ഇളമര കരീമിന്റെ പ്രസ്താവന കൂടിയായപ്പോൾ പോര് ഒന്നുകൂടി കടക്കുകയും ചെയ്തു. ഇതിന് മുന്നോടിയായി അല്ലെങ്കിൽ ഇതിന് മറുപടിയായിട്ട് മുസ്ലിം ലീഗ് ആരുടെയും ആജ്ഞാനുവർത്തിക്കല്ലെന്നും അല്ലെങ്കിൽ ആജ്ഞാനുവർത്തിയല്ലെന്നും മുതിർന്ന നേതാവ് ഡോക്ടർ KM മുനീറിനെ പരസ്യമായി തുറന്നടിക്കേണ്ടി വന്നിട്ടുണ്ട്. മലപ്പുറത്തെ ഓരോ മണ്ഡലങ്ങളിലും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഈ പ്രത്യാരോപണങ്ങൾ പോരാട്ടങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ചിത്രം മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പൊതുവിൽ UDFിനാണ് പിന്തുണയ്ക്കുന്നതെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി അത് യാതൊരു ഒളിച്ചുകളിയുമില്ലാതെ വളരെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മഹദനിക്ക് സ്വാധീനമുള്ള PDPയും അതുപോലെ SDPയും സംസ്ഥാനത്ത് പലയിടത്തും LDF അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതും ഒരു പരസ്യമായ രഹസ്യം കൂടിയാണ്. SDP ആകട്ടെ 38 സീറ്റുകളിൽ ഇത്തവണ നേരിട്ട് മത്സരിക്കുന്നുമുണ്ട്. അവർ മത്സരിക്കാത്ത മറ്റിടങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്നത് അവർ ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അത് അണികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചെറുതുമല്ല. എന്നാൽ ഇതിനൊക്കെ അപ്പുറം BJPക്ക് ജയസാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന നിർണായകമായ മണ്ഡലമായ മഞ്ചേശ്വരത്ത് PDP പൂർണ്ണമായും UDFിനൊപ്പമാണ് നിലകൊള്ളുന്നത്. അവിടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച SDPയുടെ വോട്ടുകൾ അന്തിമമായി ആരുടെ പട്ടികയിലാകും വീഴുക എന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ നാം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടി വരും. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ്
ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ദുരവസ്ഥ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഈ അണിയറ നീക്കങ്ങളും മലക്കം മറിച്ചുകളും ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ വലിയ അമർശമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഗീയത ചെറുക്കാൻ എന്ന പേരിൽ ഇറങ്ങിത്തിരിക്കുന്നവർ തന്നെ വോട്ട് ലഭിക്കാൻ വേണ്ടി അതേ വർഗീയ കക്ഷികളുടെ തിണ്ണനിറങ്ങുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലെ ആദർശ നിലപാടുകളൊക്കെ വഴിമാറുകയും വിജയസാധ്യത മാത്രം ഏക മാനദണ്ഡമാവുകയും ചെയ്യുമ്പോൾ ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ പോരാട്ടത്തിൽ അണിയറയിലെ നീക്കുമെക്കുകൾ അല്ലെങ്കിൽ ഫലം വരുമ്പോൾ ആരെ തുണയ്ക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.